സാധാരണ അന്തംഗമ്മി സഖാക്കളുടെ കയ്യടി നേടാനുള്ള വീരസ്യം പറച്ചിലിനപ്പുറം മോദി സർക്കാർ കൊണ്ടുവന്ന ഏത് കാര്യം ഇവർ നടപ്പാക്കാതിരുന്നിട്ടുള്ളത്? UAP അമെന്റ്മെന്റ് നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ് നാക്ക് വായിലേക്കിട്ട് മുമ്പ് 2 സഖാക്കളെ കോഴിക്കോട് അറസ്റ്റ് ചെയ്തില്ലേ അതേ അമെന്റ്മെന്റിന്റെ പേരിൽ? ആടുകൾ സന്ദീപ് വാര്യർ ഇപ്പോ പ്രതിപക്ഷം കോൺഗ്രസോ BJP ഒക്കെ പറയാണ് സർക്കാരിന് കൂട്ടുത്തരവാദിത്തമില്ല എന്നുള്ളത്. അത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് ഒരു മുന്നണിക്ക് ആ മുന്നണി നയിക്കുന്ന സർക്കാരിനെ നേരിടാൻ കഴിയും. ഇത് ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് സംസ്ഥാന സെക്രട്ടറി വന്ന് പറയുകയാണ് ഇതെന്ത് ഗവൺമെന്റ് ആണ്, ഇതിനെന്ത് കൂട്ടുത്തരവാദിത്തമാണ് ഉള്ളത് എന്നുള്ളത്. ഒരു സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തം നഷ്ടമായി എന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ, നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സാധാരണ രാഷ്ട്രീയത്തിൽ കീഴ്വഴക്കമുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഈ കാര്യങ്ങളൊക്കെ 2022 സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്. 2025 ഈ മാസം ഈ ദിവസം വരെയും മാറ്റാത്ത, അങ്ങനെയാണെങ്കിൽ അതുവരെയുള്ള നയത്തിൽ എന്ത് മാറ്റം വന്നു? കേന്ദ്ര സർക്കാരിന്റെ നയത്തിലോ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിലോ എന്തെങ്കിലും മാറ്റം വന്നുവോ? മാധു, ഇതിൽ പ്രകാശൻ മാസ്റ്റർ വിശദീകരണം കേട്ടുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്കവണ്ണമുള്ള ശേഷി മുന്നണിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മുന്നണിക്കകത്തെ പ്രശ്നമല്ലല്ലോ ഇത്. മുന്നണിക്കകത്ത് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ തമ്മിൽ തല്ലി തീർത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചോ? ഇവിടെ വിഷയം എന്താ? ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് മന്ത്രിസഭയ്ക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 75(3) അനുസരിച്ച് അതിനൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്. കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന സമയത്ത് മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ മന്ത്രിമാർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം CPIയുടെ മന്ത്രി രാജൻ ഇത് സംബന്ധിച്ച ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചത് കേട്ട ഭാവം പോലും മന്ത്രിസഭയിൽ ആരും നടിച്ചില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, CPI മന്ത്രിമാരെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തി ഈ ഇത് ഒപ്പിടുന്ന പരിപാടിയുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയി, വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോയി. മുന്നണിക്കകത്ത് ഇത് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞതാരാ? ബിനോയ് വിശ്വം തന്നെ പറയുന്നു, CPI പറയുന്നു ഇത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് മന്ത്രിമാർ പറയുന്നു. അപ്പൊ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് ആരാ പറഞ്ഞത്? ബിനോയ് വിശ്വമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മന്ത്രിസഭ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് എന്താണ്? ഭരണഘടനാനുസൃതമായ ഒരു മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കന്മാരും മന്ത്രിസഭാംഗങ്ങളും പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിനാണ് CPI തുടരുന്നത്? സ്വാഭാവികമായിട്ടും രാജിവെച്ച് പുറത്തു പോരുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. അത് CPI നിർവഹിക്കുമോ അതോ അധികാരമെന്ന അപ്പകഷ്ണത്തിന് വേണ്ടി ഏത് വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് തങ്ങളുടെ പാർട്ടിയുടെ അഭിമാനവും അസ്തിത്വവും AKG സെന്ററിൽ കൊണ്ടുപോയി പണയം വെക്കാൻ തന്നെയാണോ ബിനോയ് വിശ്വം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഈ ചർച്ചയിൽ CPIയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. ഇവിടെ നേരത്തെ ചോദിച്ചതുപോലെ, മാധു ചോദിച്ചതുപോലെ, ഈ പ്രകാശൻ മാസ്റ്റർ വിശദീകരിക്കുന്നത് പോലെ എന്ത് മാറ്റമാണ് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി സവിശേഷമായ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ അടിസ്ഥാന ആശയങ്ങളും അംഗീകരിച്ചു കൊള്ളാം എന്ന് തുല്യം ചാർത്തിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് പോന്നിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒപ്പിട്ടിട്ടുള്ള കരാർ, ധാരണാപത്രം, ആ കരാറിൽ എങ്ങനെയാണ് കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ടോ? കൺവീനർ പറയുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പുവെച്ചത്, വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. LDFന്റെ കൺവീനർ അത് അറിയണമെങ്കിൽ സ്വാഭാവികമായും LDFൽ ചർച്ചയാകണം. LDFൽ ചർച്ചയായാലേ അദ്ദേഹം അത് അറിയുകയുള്ളൂ. CPIക്ക് അറിയില്ല, LDFന്റെ കൺവീനർക്ക് അറിയില്ല, രാഷ്ട്രീയമായ ആർക്കും അറിയില്ല. ഇനി പോകട്ടെ, ആ ഉത്തരവ് ഇന്നിപ്പോ ബിനോയ് വിശ്വം പറയണോ, ഒരു ഉദ്യോഗസ്ഥ ഡൽഹിയിൽ എത്തുന്നു, എന്നിട്ട് ഒപ്പുവെക്കുന്നു. ആ കരാറിൽ ഒപ്പുവെച്ചത് ഉദ്യോഗസ്ഥരാണ്, കരാറിൽ ഒപ്പുവെച്ചത് LDFന് അറിയില്ല എന്ന് പറയുന്ന LDF കൺവീനറാണ്. നോക്കൂ, ഇവിടെ മാധു വളരെ രസകരമായിട്ടുള്ള ചില വാദമുങ്ങൾ ഇപ്പോൾ മാധു സൂചിപ്പിച്ചു തന്നെ. ഉദ്യോഗസ്ഥരുടെ തൈലേക്ക് ഇതിന്റെ പാപഭാരം ഏൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗവൺമെന്റിന്റെ പോളിസിയാണല്ലോ, അത് ഒരു പോളിസി മാറ്ററാണ്. ആ പോളിസി മാറ്ററിൽ ഡിസിഷൻ എടുക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ചേർന്നിട്ടാണ് ഇത്തരം പോളിസി മാറ്ററുകൾ തീരുമാനമെടുക്കുന്നത്. അപ്പം നയപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ സർക്കാർ അറിയാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വന്തമായി എയർ ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി അവിടുത്തെ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ചോറ് കഴിക്കുന്ന മലയാളിക്ക്, അന്നം കഴിക്കുന്ന മലയാളിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ആരെ പറ്റിക്കാനാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത്? അപ്പോൾ ഇന്ന് നോക്കൂ, ഇന്നിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? വിദ്യാഭ്യാസ മന്ത്രിയോട് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ആവർത്തിച്ച് ചോദിച്ചു ഈ NEP-യുമായി ബന്ധപ്പെട്ട നിലപാടെന്താന്ന്. ഞാനൊക്കെ കരുതുന്നത് CPMന്റെ ഈ പാർട്ടി കോൺഗ്രസുകളിലൊക്കെ എടുക്കുന്ന പ്രമേയങ്ങൾ അവർ അങ്ങനെയാണല്ലോ. ഇപ്പോൾ അന്താരാഷ്ട്ര തലം മുതൽ ഇങ്ങനെ ഈ പ്രാദേശിക തലം വരെയുള്ള വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ചയൊക്കെ നടത്തി അതിലൊക്കെ തീരുമാനം എടുക്കുന്ന ഒരു വലിയ സംവിധാനമാണ് CPMന്റെ എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. ഞാൻ കരുതിയത് അവർ ഈ മധുര പാർട്ടി കോൺഗ്രസിലൊക്കെ എടുക്കുന്ന തീരുമാനം അതിനൊക്കെ വലിയ സാങ്ക്ടിറ്റി അവർ കൽപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതിയത്.
പവിത്രത കൽപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എന്താ സംഭവിച്ചത്? മധുര പാർട്ടി കോൺഗ്രസിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ തള്ളിപ്പറഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം ഇപ്പുറം CPM-ന്റെ നേതാവായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്താ പറയുന്നത്? വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഞങ്ങളെ നിലപാട് മാറിയെന്ന. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം നിലപാടല്ലല്ലോ മാറിയത്, CPM-ന്റെ നിലപാട് മാറിയത് കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മാറിയിട്ടുള്ളത്. അപ്പൊ മധുര പാർട്ടി കോൺഗ്രസിൽ എടുത്തിട്ടുള്ള പ്രമേയത്തിന്, പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിന്, ആ പ്രമേയം അച്ചടിച്ച കീറക്കടലാസിന്റെ വില പോലും കൊടുക്കാത്ത CPM അവരുടെ പാർട്ടി കോൺഗ്രസിനെ പോലും അപമാനിച്ചിരിക്കുന്നു, അതിലെ പ്രതിനിധികളെ പോലും അപമാനിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രമേയം അവതരിപ്പിച്ചത്? എന്തിനാണ് നിങ്ങളുടെ മുന്നണി ഇത്തരത്തിലുള്ള വലിയ വിദണ്ഡ വാദങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ പാർട്ടി എന്തിനാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ ഇങ്ങനെ പറഞ്ഞത്? ഇത് ആദ്യമാണോ മാധു? നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നിയമങ്ങൾ, ഈ നിയമങ്ങളൊന്നും ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ഈ വാചകം അടിച്ചുകൊണ്ട്, വീരവാദം അടിച്ചുകൊണ്ട് ഈ സാധാരണ അന്തംഗമ്മി സഖാക്കളുടെ കയ്യടി നേടാനുള്ള വീരസ്യം പറച്ചിലിനപ്പുറം മോദി സർക്കാർ കൊണ്ടുവന്ന ഏത് കാര്യം ഇവർ നടപ്പാക്കാതിരുന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, UAP അമെന്റ്മെന്റ് നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ് നാക്ക് വായിലേക്കിട്ട് മുമ്പ് 2 സഖാക്കളെ കോഴിക്കോട് അറസ്റ്റ് ചെയ്തില്ലേ? അതേ അമെന്റ്മെന്റിന്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യത്തെ അറസ്റ്റ് ആലോചിക്കണം. മലനും താഹയും UAP അമെന്റ്മെന്റ് CPI തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുള്ള മാവോയിസ്റ്റ് വേട്ട. ആ മാവോയിസ്റ്റ് വേട്ടയിൽ CPIയുടെ എതിർപ്പ് വകവയ്ക്കാതെ കഴിഞ്ഞ ദിവസം അമിത്ഷായെ പോയി കണ്ടിട്ട് എന്താ പിന്നെ പിണറായി വിജയൻ പറഞ്ഞത്? ഞങ്ങൾക്ക് കുറച്ചുകൂടി ഫണ്ട് തരണം പോലീസ് നവീകരണത്തിന്, ആ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കുറച്ചുകൂടി തരണം. ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് തരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ കൂടുതൽ ശവങ്ങൾ കാണിക്കണം, കൂടുതൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലണം. അപ്പൊ CPIയുടെ തീരുമാനത്തെ പോലും, CPIയുടെ അഭിപ്രായത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അമിത്ഷായുടെ, നരേന്ദ്രമോദിയുടെ ഒക്കെ പാതാരവിന്ദങ്ങളിൽ പോയി തൊഴുത് കിട്ടുന്ന പണം വാങ്ങിയെടുക്കാനുള്ള നാണംകെട്ട നിലയിലേക്ക് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ പോയിരിക്കുന്നു എന്നതാണ് കേരളത്തിൽ ലജ്ജിപ്പിക്കുന്നത്.